500 രൂപയ്ക്ക് ഒരു ഇയർഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യണം. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ഓൺലൈനിൽ ഒരുപാട് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. അത്തരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ബോൾട്ടിൻ്റെ ലൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഇയർഫോൺ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവർ ഓൾറെഡി ബോക്സിന് പുറത്ത് എന്തൊക്കെയോ കുറേ ഫീച്ചേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതൊക്കെ കിട്ടുന്നുണ്ടോ നമുക്ക് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ബോക്സ് പിടിക്കുമ്പോൾ നമുക്ക് വലിയ ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു പ്രീമിയം ക്വാളിറ്റി ബോക്സിലൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ എനിവേ ബോക്സിലല്ലല്ലോ കാര്യം, ഇയർഫോണിലല്ലേ. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഇയർഫോൺ വന്നിട്ടുണ്ട്. റെഡ് കളറിലെ ഇയർഫോണാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. റെഡ് മാത്രമല്ല പ്യുവർ ബ്ലാക്കിലുള്ള ഒരു ഇയർഫോൺ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ചാർട്ട് പേപ്പറിൽ ട്രയാങ്കിൾ ഷേപ്പിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തോ ബോക്സിലല്ലല്ലോ കാര്യം, പാക്കേജിങ്ങിലല്ല കാര്യം. നമുക്ക് ഇയർഫോൺ പുറത്തെടുത്തിട്ട് ഇതിൻ്റെ ഓഡിയോ ക്ലാരിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യാം. ഈ ഒരു 500 രൂപ ബഡ്ജറ്റിൽ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ബെസ്റ്റ് ആണോ ഇല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ടൈം തന്നെ പിടിച്ചു നോക്കുമ്പോൾ ഒരു 500 രൂപയ്ക്കുള്ള മുതലൊക്കെ നമുക്ക് ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാക്കണ്ടോ മാഗ്നറ്റ് ഫീച്ചറൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. 2 ഇയർ പീസിനെ ജോയിൻ ചെയ്യാനുള്ള മാഗ്നറ്റൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. എന്തോ 500 രൂപയ്ക്കുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ബോക്സിൽ എക്സ്ട്രാ ലഭിക്കുന്ന 2 ഇയർബഡുകളാണ്. സ്മോള് പിന്നെ ലാർജ് ആയിട്ടുള്ള 2 ഇയർബഡ്. നമ്മുടെ ചെവിയുടെ സൈസിനനുസരിച്ച് നമുക്ക് മാറ്റാൻ വേണ്ടി, നമ്മുടെ കംഫർട്ട് കൂട്ടാൻ വേണ്ടിയുള്ള 2 എക്സ്ട്രാ ഇയർബഡും അതുപോലെ ചെറിയൊരു ക്ലിപ്പ്. പണ്ടത്തെ നോക്കിയ ഇയർഫോണിലൊക്കെ നോക്കിയാൽ കാണാം നമ്മുടെ ഷർട്ടിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ള ചെറിയൊരു ക്ലിപ്പ് കിട്ടുന്നുണ്ട്. എനിവേ അതൊന്നും നമുക്ക് വലിയ യൂസ് വരില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബോക്സിൽ കിട്ടുന്ന പ്രൊഡക്റ്റ്. ഇയർഫോണ്, 2 ഇയർബഡ്, ചെറിയൊരു ക്ലിപ്പ്, വേറെ ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ വയർ ക്വാളിറ്റി പറയാം. വയർ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീളമുള്ള വയറാണ്, കുഴപ്പമൊന്നുമില്ല. 500 രൂപയ്ക്ക് കിട്ടുന്ന ഏതൊരു മറ്റ് ബ്രാൻഡിൻ്റെ ഇയർഫോൺ വെച്ച് നോക്കിയാലും സെയിം ആ ഒരു ക്വാളിറ്റി തന്നെ ഇതിൻ്റെ വയറിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, ബെൻഡ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വയർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബോക്സിൽ എഴുതിയിരിക്കുന്നത് ഇത് എൽ ഷേപ്പുള്ള ആംഗിൾഡ് പിന്നാണെന്നാണ്. പക്ഷേ ഇത് എൽ ഷേപ്പ് ഒന്നല്ല, ചെറിയൊരു ഷേപ്പ്, ചെറിയൊരു കണ്ട ഒരു തോക്ക് പോലെയൊക്കെ ഫീൽ ചെയ്യും. ആ ഒരു ലുക്കിലുള്ള ചെറിയൊരു ആംഗിളിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പക്ക എൽ ഷേപ്പ് ഒന്നും അല്ല. എന്നാലും നമ്മുടെ ഇയർഫോൺ ഒടിയാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഒരുവിധം ഇതുകൊണ്ട് പറ്റും. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇയർ പീസിനെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്ന ആ ഒരു ജോയിന്റ് അവിടെ മെറ്റാലിക് ഫിനിഷാണ്, അലൂമിനിയം ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് പുറത്തുള്ള ബോൾട്ടിന്റെ ബ്രാൻഡിങ്ങും കാണാം. പിന്നെ കുറച്ച് മേലേക്ക് വരുമ്പോൾ ചെറിയൊരു സ്ലൈഡർ കാണാം. വയറിനെ തമ്മിൽ അടുപ്പിച്ച് വെക്കാനുള്ള ഒരു ചെറിയ സ്ലൈഡർ കാണാം. പിന്നെ ഇതിൽ ഒരു മൈക്കാണ് കൊടുത്തിട്ടുള്ളത്. വോളിയം കൺട്രോൾ ബട്ടൺസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു മൈക്കും പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാനും കോൾ ഡ്രോപ്പ് ചെയ്യാനുള്ള ബട്ടൺസ്. അപ്പോൾ ചെറിയ മൈക്ക് മാത്രമേ ഉള്ളൂ. സാധാരണ 500 രൂപ ബഡ്ജറ്റിൽ ഈ ഒരു ഫീച്ചർ മാത്രമേ എല്ലാ ഇയർഫോണിലും കിട്ടുള്ളൂ. നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ MIയുടെ 400 രൂപയുടെ ബേസിക് ഇയർഫോൺ നോക്കുമ്പോൾ അതിൽ ഈ മൈക്ക് മാത്രമേ ഉള്ളൂ. ഇനി ഇയർ പീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റൽ ഫിനിഷുള്ള ഇയർ പീസാണ്, അലൂമിനിയം ബോഡിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു പ്ലാസ്റ്റിക് ഫിനിഷ് ഒന്നല്ല, അലൂമിനിയം ബോഡി തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇയർ പീസിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് നല്ലപോലെ ഒന്ന് ചെരിഞ്ഞിട്ടാണ്, നല്ലപോലെ ആംഗിൾ ഷേപ്പിലാണ് വരുന്നത്. ഇതിന് പുറത്തായിട്ട് ഒരു ഡിസ്കിൻ്റെ ഒരു ടെക്സ്ചർ ഫിനിഷിൽ അതിൻ്റെ ലോഗോ കാണാം. അതിൻ്റെ എഡ്ജിലായിട്ട് ഒരു ഷൈനിങ് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇയർ പീസിൻ്റെ സൈഡിലായിട്ട് കണ്ടോ ചെറിയൊരു ലൂപ്പ്. ഇതാണ് ഇതിൻ്റെ ലൂപ്പ് എന്ന് പേരും തോന്നുന്നുണ്ട്. നമ്മുടെ ചെവിക്കുള്ളിൽ കറക്റ്റ് ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഇത് എന്തിനാണെന്നൊക്കെ. പിന്നെ അതേപോലെ എല്ലാ ഇയർഫോണിലും കിട്ടുന്ന പോലെ നോയിസ് ക്യാൻസലേഷനുള്ള ചെറിയൊരു ഹോള് കൊടുത്തിട്ടുണ്ട്. നോയിസ് ക്യാൻസലേഷനൊക്കെ ഇതിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ക്ലാരിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ബാസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഈ 500 രൂപയ്ക്ക് ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി എങ്ങനെയുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നത് ഞാൻ മാത്രമല്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഇത് ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം പലരുടെയും ഒരു റിവ്യൂ ബേസ് ചെയ്തിട്ടാണ് ഞാൻ അത് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടാണ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം അവൻ വെച്ച് നോക്കുമ്പോൾ അവൻ ആദ്യം തന്നെ പറയുന്നത് കംഫർട്ട് കുറച്ച് കുറവാണെന്നാണ്. കാരണം ഇയർ പീസ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ കംഫർട്ട് കുറച്ച് കുറവാണ്. ഓഡിയോ ക്ലാരിറ്റി പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഈ 399 അല്ലെങ്കിൽ 500 രൂപയ്ക്ക് താഴെ വരുന്ന ഈ ഒരു ബഡ്ജറ്റ് സീരീസ് വെച്ച് നോക്കുമ്പോൾ നല്ല ബാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് നല്ലപോലെ ഓഡിയോ ക്ലാരിറ്റി നല്ലപോലെ കിട്ടുന്നുണ്ട്. പക്ഷേ ഫുൾ വോളിയത്തിൽ ഇട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ ചെവി വേദനിക്കും കേട്ടോ. ഫുൾ വോളിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നല്ലപോലെ ചെവി വേദനിക്കും. ഒരു ലോങ് ടൈം യൂസിന് എന്തായാലും ഇത് പറ്റില്ല. പിന്നെ കുഴപ്പമൊന്നുമില്ല, ഒരു 500 രൂപയ്ക്ക് നല്ല ഓഡിയോ ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആകെ ഉള്ളൊരു ഒറ്റ കുഴപ്പമെന്ന് പറയുന്നത് കംഫർട്ട് മാത്രമാണ്. കംഫർട്ട് എന്ന് പറഞ്ഞാൽ ചെവിയിലുള്ള ഫിറ്റിങ്സ് അല്ല കേട്ടോ. അത് നമുക്ക് കുറച്ച് നേരം ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ ചെവി വേദനിക്കും. ഒരു എന്താ പറയുക, ഒരു ചെവിക്കുള്ളൊരു ചൂടാവുന്നൊരവസ്ഥ. ആ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഈ ഒരു ഇയർഫോണിന് വരുന്നുള്ളൂ. അത് പ്രധാനമായിട്ട് പ്രശ്നം വരുന്നത് ഇതിൻ്റെ ഇയർ പീസിൻ്റെ ആ ഒരു വലിപ്പം കാരണമാണ്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ആ ഒരു ഇയർ പീസിൻ്റെ ഔട്ട് വരുന്നത് നല്ലപോലെ ചെരിഞ്ഞിട്ടാണ്. ആ ഒരു ആംഗിൾ ഷേപ്പ് നല്ലപോലെ കൂടിയിട്ടുണ്ട്. ആ 2 കാരണം കൊണ്ടാണ് നമുക്ക് അത്ര വലിയ കംഫർട്ട് ഫീൽ ചെയ്യാത്തത്. പക്ഷെ നമുക്ക് ആ ഒരു ലോങ് ടൈം യൂസേജ് എന്നുള്ള ഒരു പ്രശ്നം മാറ്റി വെക്കുകയാണെങ്കിൽ ഓഡിയോ ക്ലാരിറ്റി പക്കയാണ്. ഈ ഒരു 400 രൂപ 500 രൂപ റേഞ്ചിൽ ഈ ഒരു സാധനം അടിപൊളി തന്നെയാണ്. ആ ഒരു ലോങ് ടൈമിലുള്ളൊരു യൂസേജിൽ ഞങ്ങൾക്ക് പറ്റിയില്ല. ഇത് ഇനി മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അത് യൂസ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി പർച്ചേസ് ചെയ്യാം. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.